പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ഫലമായി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്തിൽ നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പം കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 കൂടാൻ പറഞ്ഞിരിക്കണത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പം ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പം ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാകും. അപ്പം നമുക്ക് പറ്റുന്ന സമയത്താണ് കൂടുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. കർത്താവെ, ആ സമയത്ത് എപ്പോൾ കൂടിയാലും
അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവെ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരത, പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവെ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവരുടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവർ ഇത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും, ഓ ദൈവമേ, തന്നെ പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD-ക്കാർ, അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ, റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ, കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവമേ, മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ കഴിഞ്ഞ ദിവസം ഈ രശ്മി തോമസിൻ്റെ ഒരു കഥ പറഞ്ഞില്ലേ, സാക്ഷ്യം, അതിപ്പോൾ അപ്പ് ചെയ്യുന്നുണ്ടേ, നോക്കിയേക്കണം, നല്ല സാക്ഷ്യമാണ്. അതിൻ്റെ കുറേ ഘടനകളുണ്ട്, ഉടമ്പടിയുടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്ന്, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, അവർക്ക് നടുവേദനയാണെന്ന് പറഞ്ഞില്ലേ, മാറാത്ത വർഷങ്ങളുടെ നിങ്ങളുടെ നടുവേദന, അനങ്ങാൻ പാടില്ല. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ല, അവർ എഴഞ്ഞാണ് ബാത്റൂമിലൊക്കെ പോയത്, തിരിച്ചെഴഞ്ഞൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാലത്ത് ഇവർ ചെയ്യണ കാര്യങ്ങളെല്ലാം ഭയങ്കര രസമാണ്. ഇവർ ഒരു TV-യിൽ മുറിയൊക്കെ അടച്ചിട്ട് അച്ഛൻ്റെ ധ്യാനമില്ലേ, ധ്യാനം, ഈ ആദിവാച ധ്യാനം, ചൊവ്വാഴ്ച ഉള്ള ധ്യാനം എല്ലാവരും കൂടണമെന്ന് നിർബന്ധമല്ലേ. ഉടമ്പടിയിൽ അത് മൻഡേറ്ററിയാണ്. കാര്യം ആ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കണത്, നമുക്ക് സൗഖ്യം ലഭിക്കണത്. എത്രയോ പേരാണ് സൗഖ്യം പറയണത്, അത് എത്രയോ പേരാണ് ആ വചനത്തിൽ അപ്ഡേഷൻസ് കിട്ടണത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ധ്യാനം മുടക്കിയതിന് ശേഷം പിന്നെ ഉടമ്പടി പുരോഗമിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർക്കണ തിരികെ എത്തിച്ചിട്ട് രാവിലെ വൈകിട്ടും തിരികെ എത്തിക്കുമ്പോൾ എല്ലാം ശരിയാവുന്നതാണ്, ഒന്നും ശരിയാകത്തില്ല. കാരണം നിങ്ങൾ പറഞ്ഞതാണ് അവിടെ വെച്ച്, ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഉടമ്പടിയുടെ എല്ലാ വചനങ്ങളും ഞാൻ കൂടിക്കൊള്ളാം. അങ്ങനെ ഉടമ്പടി ജീവിക്കുന്നവരാണ്. ഉടമ്പടി ചുമ്മാ തികത്തിക്കലായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ കണ്ണിപ്പൊടിയിട്ട് എന്തെങ്കിലും അനുഗ്രഹം അടിച്ചു മാറ്റാൻ നോക്കണം. അതൊക്കെ അങ്ങനെയുള്ളവർക്കൊന്നും അതൊന്നും ശരിയാകത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് എന്നിപ്പോൾ പറയാൻ കാര്യം അറിയാമോ, ഇവർ പള്ളിയിൽ നമ്മൾ ധ്യാനം കൂടുന്ന പോലെ കുളിച്ച് ഒരുങ്ങി ശിരോവസ്ത്രമൊക്കെ ധരിച്ചാണ് ഇവർ ഉടമ്പടി ധ്യാനം കൂടുന്നത്. പക്ഷെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച വീട്ടിൽ മുറി അടച്ചിട്ട്
പള്ളിയിൽ ഇരുന്ന് ധ്യാനം കൂടണ പോലെ അത്രയും ശ്രദ്ധയോടെയും ഭവ്യതയോടെയും പ്രാർത്ഥനയോടെയും കൂടിയാണ് അവർ കൂടുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവർ ധ്യാനം കൂടുന്ന ദിവസമായിരിക്കും ഇവർ നടുവിൻ്റെ വേദന കലശലാകണത്. ധ്യാനം കൂടില്ല അവർക്ക് പ്രശ്നമൊന്നുമില്ല, ധ്യാനം കൂടുന്ന ദിവസം ഭയങ്കര കലശലാകും വേദന. അപ്പോൾ അത് 5-6 ആഴ്ച ആവർത്തിച്ചപ്പോഴേ ഇവർക്കൊരു സംശയമായി, ഇതെന്താ ധ്യാനമാണ്, ധ്യാനം കൂടുന്നതാണോ ഇപ്പോൾ പണി കേൾക്കണത്, എൻ്റെ എനിക്ക് അനങ്ങാൻ പാടില്ലല്ലേ, ധ്യാനം കൂടുന്നതാണോ വേദന കൂടാൻ കാരണം. അപ്പം അവരുടെ ഉള്ളിലൊരു കലക്കം വന്ന് അല്ലേ. അപ്പം അത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അപ്പോൾ പരിശുദ്ധാത്മാവ് കലക്കത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പെന്തക്കോസ്ത ദിവസം വരെ പറയണത്. പരിശുദ്ധാത്മാവ് അവരുടെ സത്യസന്ധമുള്ള ലേഡിയല്ലേ, അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോളെ നീ അങ്ങനെ കലങ്ങേണ്ട കാര്യമില്ല, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടല്ലോ, നീ അത് എന്തുകൊണ്ടാണ് ഇത്രയും വിശ്വാസമുള്ളത്, നീ എന്തുകൊണ്ട് ഉടമ്പടി തൈലം വിശ്വാസത്തിൽ പ്രയോഗിച്ച് നിൻ്റെ നടുവിനെ പെരുട്ടാത്തത്, നീ എടുത്ത് പെരുട്ടിക്കേ, അപ്പം അടയാളം കാണുമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ബോധം വന്നത്. ഇപ്പം എല്ലാ കാര്യങ്ങളും സത്യമാണെങ്കിലും ചിലർക്ക് ബോധമില്ലല്ലോ. ഉടമ്പടി ഒരു ബോധമാണ്, എല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ബോധം ഉണ്ടാകത്തില്ല. ഉടമ്പടി എന്ന് പറഞ്ഞൊരു ബോധമാണ്. ഇവർക്ക് അപ്പോഴാണ് ബോധം വന്നത്. ഇവർ ഉടമ്പടി തൈലം നടുവെ പെരുട്ടി, ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, അവർ സൗഖ്യപ്പെട്ട കാര്യം. പിന്നെ വന്നിട്ടില്ല ആ രോഗം, അതല്ല പ്രശ്നം. ഇവരുടെ കലക്കത്തിൻ്റെ കാരണം എന്താണ്, ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഉടമ്പടി ചെയ്തിട്ടും പിന്നെ മനസ്സിനൊരു കലക്കമുണ്ട്. എന്താണ്, അവിശ്വാസത്തിൻ്റെ ഒരു അരൂപി ഉള്ളിൽ കിടകൊണ്ടാവും. നമ്മൾ ഭയങ്കര കടുത്ത വിശ്വാസിയാണ് നീ എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നീക്കിവെക്കില്ലാത്തതിൻ്റെ കാര്യം അവിശ്വാസത്തിൻ്റെ ഒരു അരൂപി. ഇപ്പോൾ ഈ നമ്മുടെ ഈ ആലപ്പുഴയിൽ, ഞാനിപ്പോൾ ആലപ്പുഴക്കാരാണല്ലോ, ആലപ്പുഴ സെമിനാരി പഠിക്കിയതാണ്, ഞങ്ങളുടെ വയനാട് സെമിനാരി അവിടെ ഇരുന്നു, ആലപ്പുഴയായിരുന്നു. അന്ന് പോലെ ഇന്ന് വരെ ആലപ്പുഴ എല്ലാ ആഴ്ചയിലും പ്രാവശ്യം പോകേണ്ടി വരും. അപ്പോൾ അവിടെ കാണുന്ന ഒരു ഭയങ്കര രസകരമായ അവസ്ഥയുണ്ട്. ആലപ്പുഴ കുറേ തോടുകളുണ്ടല്ലോ, നല്ല രസമുള്ള തോടുകളാണ്. അപ്പോൾ ആ തോടുകളൊക്കെ അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഇടയ്ക്കിങ്ങനെ ആഫ്രിക്കൻ പായൽ വന്ന് നിറയും. അപ്പോൾ മുനിസിപ്പാലിറ്റി അത് കുറേ ആൾക്കാർക്ക് വെള്ളം, ഇപ്പോൾ നമ്മുടെ കുട്ടനാടിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, കുട്ടനാടിൻ്റെ ഉള്ളിലെ തോട്ടിലൊക്കെ പലയിടത്തും ആഫ്രിക്കൻ പായൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴ തോട്ടിലതുണ്ട്, അത് കോരാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവരതെല്ലാം മെഷീൻ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ കോരി മാറ്റിയാലും അത് നല്ലൊരു പൈസ ചിലവുള്ള പരിപാടിയാണതേ. എന്നാലും അവർ മനഃപൂർവ്വമാണ് അല്ലേന്നറിയാൻ പാടില്ല, കുറച്ച് പായൽ ഏതെങ്കിലും പാലത്തിൻ്റെ വളവിന തിരിവിന അല്ലെങ്കിൽ നിഴലിൽ ഇട്ടേക്കും. ഇനി മനഃപൂർവ്വം ഇടുന്നതാണ്, അത് അറിയാതെ കിടന്നപ്പോഴാണ്. എന്ത് മനഃപൂർവ്വം ഇട്ടാലും മനഃപൂർവ്വം അല്ലാതെ കിടന്നാലും ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും പായൽ കൊണ്ട് തോട് നിറയും. പിന്നെ പായൽ വാരുന്നവർക്ക് അതൊരു വരുമാന മാർഗമാകും. അത് എത്ര 50 കൊല്ലമായിട്ട് കാണാത്ത കാഴ്ചയാണത്. അത് സ്ഥിരം വരുമാനത്തിൻ്റെ വകുപ്പാണത് ശരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസം. നമ്മൾ എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അവിശ്വാസത്തിൻ്റെ ഒരു കണിക എവിടെയും കിടപ്പുണ്ടാകും. ദൈവം അതുകൂടി മാറ്റാൻ എപ്പോഴും നോക്കും. ഇപ്പോൾ ഈ സെമിത്തോസിന് ഒരു അവിശ്വാസത്തിൻ്റെ കണിക ഉണ്ടല്ലോ, അതുകൂടി മാറ്റിയപ്പോഴേ ആ ഉടമ്പടി തൈലം തേച്ചപ്പോൾ അവർ സുഖപ്പെട്ട സത്യം അവരുടെ സാക്ഷി അവർ പറഞ്ഞു. ഞാൻ പറയണത് ഈ അവിശ്വാസത്തിനെ ട്രീറ്റ് ചെയ്യണതാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് എന്ന് പറയണത്. നമ്മുടെ അവിശ്വാസത്തെ കണ്ടുപിടിക്കേണ്ടതും അവിശ്വാസം ട്രീറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ നീക്കുപോക്കില്ല വരുമ്പോൾ നിങ്ങൾക്ക് അവിശ്വാസിയാണോ, എവിടെയാണ് എൻ്റെ അവിശ്വാസം മറഞ്ഞ് കിടക്കണത് എന്ന് പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് വെളിപ്പെടുത്തി തരാൻ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ പെന്തക്കോസ്ത തിരുനാളിലേക്ക് പോവുകയാണ്. പിന്നെയുള്ള ദിവസങ്ങളെല്ലാം രാവിലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചായിരിക്കും അച്ഛൻ സംസാരിക്കുന്നത്. ഓരോരോ ഘട്ടങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. മേരിനെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലേ, രശ്മിയെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലേ, നീ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കണില്ല, ഓർപ്പിച്ചും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഓർപ്പിക്കലാണ്. അവർ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഓരോരോ ദാനങ്ങളും ഓരോരോ വരപ്രസാദങ്ങളും നിറയാൻ വേണ്ടി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലീനാമോൾ സ്റ്റാൻലി. ഞാൻ വരുന്നത് ബാംഗ്ലൂർ
ഹുളളി ക്രൈസ്തവ ചർച്ച് ഇടവകയിൽ നിന്നാണ്. എൻ്റെ ഭർത്താവ് സ്റ്റാൻലി, മക്കൾ അലൻ, ആൻ, ആൻസി. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് മെയ് 6, 2024 എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ ഈ വേദിയിൽ, ഈ തിരുസന്നിധിയിൽ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റേത്. ഞാൻ ആദ്യം പറയുന്നത്, ഞങ്ങൾക്ക് ഹസ്ബൻഡ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാ വെക്കേഷനും ഞാനും മക്കളും കൂടി സൗദിയിൽ പോകാറുള്ളതാണ്. കഴിഞ്ഞ മെയ്യിൽ ഞങ്ങൾക്ക് പോകാൻ സാധിക്കാതെ വന്നു. അത് ഒക്ടോബറിൽ പോകാമെന്ന് കരുതിയ സമയത്താണ് എൻ്റെ മകന്, അവൻ പഠിക്കുന്നത് കർണാടകയിൽ PUC, അതായത് ഇവിടുത്തെ +2 തന്നെയാണ്, ഫൈനൽ ഇയർ ആയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഒക്ടോബറിൽ അവന് എക്സാമുണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല, വിസ എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളങ്ങനെ എന്നാൽ വേണ്ട എന്നുള്ള സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു ആഗസ്റ്റ് 12 അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയാണ്, നിങ്ങൾ നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ഏത് കാര്യവും 44 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന്. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ആളും ഉടമ്പടി ധ്യാനം കൂടുന്നതാണ്. അന്ന് വൈകിട്ട് ആൾ പറഞ്ഞു, നമുക്ക് ഒന്ന് അവൻ്റെ സാറിനെ വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കാം, സാർ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ്, സാരമില്ല, 2 പരീക്ഷയുടെ ഇതല്ലേ, അത് വന്നിട്ട് എഴുതിയാൽ മതി എന്നുള്ള സാർ സംസാരിച്ച് ഞങ്ങളങ്ങനെ പേപ്പറുകൾ നീക്കി. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടായിരുന്നു. എക്സാം മാറ്റി വെച്ചിട്ട് മകനെ സൗദിയിലേക്ക് പോകണ്ട എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ച് ലൈറ്റഡ് കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അവൻ്റെ എക്സാം മാറ്റാൻ ഞങ്ങൾക്ക് ആർക്കും സാധിക്കില്ല, പക്ഷേ പരിശുദ്ധ അമ്മ പറഞ്ഞാൽ ഈശോയ്ക്ക് അത് സാധിക്കുമല്ലോ, അത് ഞങ്ങൾക്ക് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവൻ്റെ എക്സാം മാറ്റി കിട്ടുകയും 8 ഞങ്ങൾ ഒക്ടോബർ 8 എന്ന എക്സാം ഒക്ടോബർ 9 മാറ്റിക്കിട്ടി. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ 44 ദിവസം സെപ്റ്റംബർ 23 ഞങ്ങൾ സൗദിയിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. അടുത്തത് എൻ്റെ മകളുടെ കാര്യം. അവൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നവളാണ്. അവൾ കളിക്കാറുണ്ട്, എപ്പോഴും നോർമലായി അങ്ങനെ പോകണം. പക്ഷേ ഒരു മത്സരത്തിന് എന്നോട് വന്ന് പറഞ്ഞു, അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണം, എനിക്ക് ഈ മത്സരം ജയിക്കണം, എൻ്റെ ടീം ജയിക്കണം, അമ്മ പ്രാർത്ഥിക്കണം മാതാവിനോടെന്ന്. ഞാനപ്പോൾ മാതാവിനോട് കൊന്തയിൽ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, മാതാവേ, ഇതിൽ അവൾ എന്നോട് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, അമ്മ ഇവൾക്ക് ആ ടീമിന് വിജയം നൽകണം, അവൾക്ക് ഫസ്റ്റ് പ്രൈസ് നൽകി മാതാവ് അനുഗ്രഹിച്ച് അതിനും മാതാവിന് 1000 നന്ദി ഞാൻ അറിയിപ്പിക്കുന്നു. അടുത്തത് എൻ്റെ ഇളയ മകൾ ആൻസി. അവൾ 5.5 വയസ്സ് ഞാൻ UKG ചേർക്കാൻ വേണ്ടി സ്കൂളിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ അവിടുന്ന് അവരുടെ നിയമം അനുസരിച്ച് 5.5 വയസ്സ് കഴിഞ്ഞുകൊണ്ട് 1-ാം ക്ലാസ്സിൽ തന്നെ ഇരുത്തണമെന്ന് അവരാവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ഇരുത്തി. അവൾ പഠിക്കണുണ്ട്, പക്ഷേ അവൾക്ക് എന്തെങ്കിലും റീഡിങ്ങും ഇതൊക്കെ പ്രോബ്ലമായി. പക്ഷേ അങ്ങനെ അവൾ 1-ാം ക്ലാസ്സിൽ തന്നെ ഇരുന്ന് 2-ാം ക്ലാസ്സിലേക്ക് കയറി. 2-ാം ക്ലാസ്സിലായപ്പോഴും വായിക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടും ഒത്തിരി വേർഡ്സൊക്കെ എഴുതാനും പാടായി. അവരെ സ്കൂളുകാരാണെങ്കിൽ അവളെ 2-ാം ക്ലാസ്സിൽ ഇരുത്താനും സമ്മതിക്കില്ല. അവൾ എല്ലാ വിഷയം ജയിക്കണമുണ്ട്, അതുകൊണ്ട് 2-ാം ക്ലാസ്സിൽ ഇരുത്തത്തില്ലെന്ന്. അങ്ങനെ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. 3-ാം ക്ലാസ്സിലേക്കും കയറി. 3-ാം ക്ലാസ്സിൽ ഞാൻ മാതാവിനോട്, അമ്മ ഇനി മുകളിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒത്തിരി പഠിക്കാനുണ്ട്, ഒരു തീരുമാനം എടുക്കാൻ അമ്മ മാതാവിൻ്റെ സഹായം ഞങ്ങൾക്ക് കൂടിയേ തീരുമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ച് സ്കൂളുകാരോട് ഞങ്ങൾ ചെന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതിത്തരാം, അവൾ 1 വർഷവും കൂടി 3-ാം ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കണം, അവൾക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അവളോട് സംസാരിച്ചു, അവൾ ഓക്കെ ആയി. അവളിപ്പം നല്ലപോലെ പഠിക്കുന്നുണ്ട്. അതിനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തത് ജപമാല റാലിക്ക് വരാനായിരുന്നു കുടുംബസമേതം. 2024 ഞാനും ഹസ്ബൻഡും കൂടി പങ്കെടുത്തതായിരുന്നു. 2025 ഞങ്ങൾക്ക് എല്ലാവർക്കും വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് മാതാവിന് പ്രാർത്ഥിച്ച് ലീവ് കിട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെ എൻ്റെ മോൾക്ക് ഛർദിലും ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. ഞാനപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് ഉടമ്പടി ഇവിടെ പുതുക്കണമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഇത്രയും ദൂരം വന്നത് ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു. ഇതിൽ മകൾക്ക് സുഖമില്ലാതെ വന്നാൽ ഞങ്ങൾ ഒരാൾ സ്റ്റക്കാവും. എന്തായാലും അമ്മ അവളുടെ എല്ലാവിധ അസുഖങ്ങളും മാറ്റിത്തരണം, ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബസമേതം ജപമാല റാലിയിൽ പങ്കെടുക്കാൻ അമ്മ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ച് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ ആർക്കും യാതൊരു കുഴപ്പമില്ലാതെ ജപമാല റാലി പൂർത്തിയാക്കാൻ മാതാവ് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തത് എൻ്റെ മകൻ അലൻ. ഞാൻ പറഞ്ഞല്ലോ, കർണാടക PUC +2 ആണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. അവന് എക്സാമിന് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടിത്താലും തേച്ച് കൊടുക്കുകയും ചെറിയ കാശിലോ അവൻ്റെ പോക്കറ്റിട്ട് ഉപ്പ് കൊടുത്ത് വിടുകയെല്ലാം ചെയ്യാറുണ്ട്. അവന് പരീക്ഷയ്ക്ക് ഡിറ്റിൻഷൻ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതിനും മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ
സൗദിയിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് എല്ലാവരും ഭയക്കുന്ന സമയമാണ്. സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട സമയമാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്തത് മുതൽ തന്നെ അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വിളിച്ച് പറയുമ്പോൾ പോലും എനിക്ക് എൻ്റെ മനസ്സിലൊരു ധൈര്യമായിരുന്നു, മാതാവ് കൂടെയുണ്ടല്ലോ, മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ധൈര്യം തന്നെ എന്നെ നിലനിർത്തി എനിക്കൊരു ഭയമില്ലാതെ ഇങ്ങോട്ട് ഇവിടെ ഇപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി ലീവ് അപേക്ഷിച്ചപ്പോഴും ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. മാതാവിൻ്റെ ഇടപെടൽ മൂലം തന്നെ ഈശോ അത് ലീവെല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച് അതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഇനി എനിക്ക് ആത്മീയമായി കിട്ടിയ കാര്യമാണ്. ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭയമായിരുന്നു കുർബാനയ്ക്ക് മുടങ്ങാതെ പോകാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്കും അത് ആദ്യത്തെ ഒരു 2-3 മാസം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്ത് കാര്യം രാവിലെ ഞങ്ങളുടെ പള്ളിയിലെല്ലാം കുർബാന, അല്ലെങ്കിൽ വൈകുന്നേരം, ഈ 2 സമയവും എന്നെ സംബന്ധിച്ചോളം ഭയങ്കര, ഒന്ന് സ്കൂളിൽ വിടണം, ഒന്ന് വൈകുന്നേരം ട്യൂഷനാക്കാൻ പോകണം, അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരു ദിവസം എൻ്റെ മകനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ വഴി ഞങ്ങളുടെ സെൻറ്റ് ജോൺസ് ചർച്ചിൽ, സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു ചർച്ചുണ്ട്, സെൻറ്റ് ആൻറ്റീൻസ് ചർച്ച്. അവിടെ ഞാൻ കയറിയതാണ്. അവിടെ വെച്ച് അറിയണം 12 മണിക്ക് എല്ലാ ദിവസവും അവിടെ കുർബാനയുണ്ട്. ഇംഗ്ലീഷ് കുർബാനയാണ് എല്ലാ ദിവസവും ഉണ്ടെന്നുള്ളത്. പക്ഷേ ആ സമയം എനിക്ക് ഏറ്റവും വലിയ എൻ്റെ മാതാവ് എന്നെ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം എൻ്റെ മക്കളെല്ലാം സ്കൂളിൽ വിട്ട് എനിക്ക് സുഖമായിട്ട് പോയി കുർബാന കൂടി തിരിച്ചു വന്ന് അവർ 2:30 വരും. അതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിൽ കയറുക. അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ച് ഇപ്പം ഞാൻ മുടങ്ങാതെ ദിവ്യബലിക്ക് പോകാൻ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. അടുത്ത കുടുംബ പ്രാർത്ഥന, എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. എനിക്ക് ഹസ്ബൻഡ് കുടുംബ പ്രാർത്ഥന ചെല്ലണമെന്നുള്ളതായിരുന്നു. വീട്ടിലുള്ളപ്പോൾ പുള്ളി തന്നെ ലീഡ് ചെയ്യണത്. പക്ഷേ ഇപ്പം പുള്ളി ഓൺലൈൻ വന്ന് ഞങ്ങളെല്ലാവരും കൂടി കുടുംബ പ്രാർത്ഥന ചെല്ലാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. അടുത്തത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് ഞാനിപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരും 3 കെട്ട് ഞാൻ കൊണ്ടുപോകും. അല്ലാതെ എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകൾ ഇവിടെ എല്ലാ മാസവും വരും. അവൾ എനിക്ക് ആ പത്രം മേടിച്ച് തന്ന് അയച്ചു തരും. ഞാനതവിടെ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും ഞാൻ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. അടുത്ത കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് പഠിക്കാൻ പൈസ ബുദ്ധിമുട്ടുള്ള പിള്ളേരെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ ഓർഫനേജിൽ ഞാൻ സാമ്പത്തികമായി സഹായം നൽകുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ വഴിയരിയിരിക്കുന്ന അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എന്നെ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഞാൻ 1000 നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 44-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും, അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും, അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും, അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. ലീന മോൾ സ്റ്റാൻലി കുടുംബം ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യൽത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്തതിനെക്കുറിച്ചും അവർക്ക് സംഭവിക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മ വളരെ ശക്തമായി നേരിടാനുള്ള ശക്തിയും ബുദ്ധിയും ശക്തിയുമെല്ലാം അവർക്ക് നൽകിയതിനെക്കുറിച്ചും ഈശോയെ സ്വന്തമാക്കാൻ സാധിച്ചതിലുള്ള അതിയായ കുടുംബത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചുമൊക്കെയാണ് ലീന മോൾ ഇവിടെ ഏറ്റുപറഞ്ഞത്. നമുക്ക് മനസ്സിലാകുന്നത് പോലെ മൂന്നാമതും അവർക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ടുള്ള വലിയ സൗഭാഗ്യമാണ് ഈശോ അവർക്ക് നൽകിയിരിക്കുന്നത്. തൻ്റെ ഹസ്ബൻഡിനെ ജീവിത പങ്കാളിക്ക് സൗദിയിൽ ഒരു തടസ്സം വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരെപ്പോഴും ഉടമ്പടി വളരെ കൃത്യമായി പാലിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് അതിനുള്ള വലിയൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, 44 ദിവസത്തിനുള്ള ഉള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനമുണ്ടാകാൻ പോകുന്നു. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മളെല്ലാവരും തന്നെ വളരെ കൃത്യമായി ഉടമ്പടി ഒരു ഫോളോ അപ്പായി നമ്മളെപ്പോഴും അത് കൂടിയിരിക്കണമെന്ന് ഉള്ളൊരു വലിയ ശക്തമായ നിബന്ധനയാണ്. അത് ഈ കുടുംബം അത് കൂടുന്നത് കൊണ്ടാണ് അവർക്ക് കൃത്യമായി പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എന്താണെന്നും ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനും സാധിച്ചത്. അവരതുപോലെ തന്നെ ലൈറ്റ് എ കാൻഡിൽ പ്രയർ ഇട്ട് കൃത്യമായി പ്രാർത്ഥിച്ച് മകൻ്റെ നമുക്കറിയാവുന്ന പോലെ പ്രയർ മൂവ്സ് ദ മൗണ്ടൻ, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് ചെന്ന് കടലിൽ പതിക്കുക എന്ന് പറയുന്നത് പോലെ അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് മകൻ്റെ ആ ഒരു +2 എക്സാം പോലും PUC എക്സാം മാറ്റിവെക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ അവർക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ കുടുംബസമേതം ജപമാല റാലിക്ക് വന്ന് ഇവിടെ പങ്കെടുക്കുവാനും എല്ലാ തടസ്സങ്ങളും അതിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് അവർക്ക് മാറ്റിക്കൊടുക്കാനും സാധിച്ചു. എത്ര തന്നെ തടസ്സമായി സൗദിയിലോ ലോകത്തെവിടെയും ലോകമഹായുദ്ധം ഉണ്ടായാൽ തന്നെയായാലും
നമ്മുടെ കാര്യങ്ങളിൽ ഈശോ വളരെ ശ്രദ്ധാലുവാണെന്ന് ഈ മകൾക്ക് ഏറ്റു പറയാൻ സാധിക്കുന്നു. കുടുംബത്തോടൊപ്പം സൗദിയിൽ നിന്ന് ലീവ് എടുത്ത് ഹസ്ബൻഡിനോടൊപ്പം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം അവർക്ക് ഏറ്റു പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ലീന മോളുടെ ഒരു വലിയ അനുഗ്രഹമായി ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സങ്കടം ഈശോ മാറ്റിക്കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ്. 12 മണിക്ക് എനിക്കൊരു ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഈശോ മകൾക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാം ആഗ്രഹിക്കുന്നതിനപ്പുറം ഈശോ നമുക്കെല്ലാം തരും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കും. കുടുംബ പ്രാർത്ഥന കൂട്ടമായി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഓൺലൈനിൽ ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് വരുന്നു. കൂട്ടത്തോടെ പ്രാർത്ഥന ചെയ്യാനുള്ള ഒരു വലിയ അനുഗ്രഹം കൂടി ലഭിച്ചിരിക്കുന്നു. നാം ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ലൈനിലേക്ക് ഗ്രീൻ സിഗ്നൽ ഇട്ട് ഈശോയ്ക്ക് നൽകുന്നത് ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ജീവിതക്രമത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ കുടുംബം വളരെ സന്തോഷത്തോടും ജീവിതഭാരങ്ങളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ, ഈശോയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, അഭിഷേകം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ലീന മോൾ സ്റ്റാൻലിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാനിയ. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. സെൻറ്റ് മേരീസ് സിരവച്ചിറ ഇടവക അംഗമാണ് ഞാൻ. 2025 ജൂലൈ 8 തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടിയിലോട്ട് എത്തുന്നത്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു കോട്ടയം പാലായിൽ. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു, പോയി ഉടമ്പടി എടുക്ക്, നല്ലതായിരിക്കും, അപ്പം തന്നെ എക്സാം പാസ്സാകും എന്നൊക്കെ. അപ്പം ഞാനത് കാര്യമായിട്ട് അന്ന് എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് ഫുൾ കോൺഫിഡൻസിൽ പോയാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ എക്സാം എഴുതിയിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. അമ്മ അപ്പോൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് നല്ലതായിരുന്നു ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്. എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. എക്സാം ഫെയിലായപ്പോഴത്തേക്കുമാണ് ഞാൻ അതിൻ്റെ കാര്യം ആലോചിച്ചത്. പപ്പയുടെ കൂടെ ഇരുന്ന് പപ്പ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ പല കുട്ടികളും ഉടമ്പടി എടുത്തിട്ട് എക്സാം പാസ്സായ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ തീരുമാനിച്ചു ഉടമ്പടി വന്ന് എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അമ്മ മാതാവ് നടത്തി തരുമെന്ന്. കാരണം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. തൈലം ഉപയോഗിക്കുമ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് നടന്നപ്പോൾ എനിക്ക് വിശ്വാസമായി അമ്മ മാതാവ് എന്തായാലും എക്സാം എന്നെ പാസ്സാക്കി തരുമെന്ന്. അങ്ങനെ ഞാൻ പോയി എക്സാമിന് ഡേറ്റ് എടുത്തു. ഉടമ്പടി എടുത്ത് 2 പ്രാവശ്യം ഞാൻ പുതുക്കി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എക്സാം പോയി ഡേറ്റ് എടുത്ത് ഞാൻ ബാംഗ്ലൂരിലാണ് എക്സാം എഴുതിയത്. എക്സാം പാസ്സായി. അങ്ങനെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് എക്സാം പാസ്സായി. അമ്മ മാതാവ് പാസ്സാക്കി തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഈ ഉടമ്പടി ഇവിടെ എത്തുന്നവരെ എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റുമെന്നും ഇങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് വിശ്വാസം വന്നു. രാത്രി 3 മണിക്കൊക്കെ ഇരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും, എൻ്റെ അപ്പയുടെ കയ്യിൽ പൈസയില്ല. എൻ്റെ അപ്പനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പം അപ്പയുടെ പൈസയൊന്നുമില്ല. എനിക്ക് ഒത്തിരി എക്സാം എഴുതാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഉടമ്പടി എടുത്ത് എനിക്ക് എങ്ങനെയെങ്കിലും എക്സാം ഉടനെ തന്നെ പാസ്സാക്കി എന്നെ ജർമ്മനിക്ക് അയക്കണം. എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ അപ്പനെ സഹായിക്കണം. അങ്ങനെ ജർമ്മനിൽ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് എത്തിച്ചേർന്നാൽ മതി, ഈ വർഷം തന്നെ എനിക്ക് എത്തിച്ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ നീലത്തിരിയിൽ ഞാൻ കത്തി ജ്വലിക്കുന്നൊരു ഹൃദയത്തിൻ്റെ രൂപം കണ്ടു. മാതാവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപം പോലെ എനിക്കത് തോന്നി. അത് ഞാൻ അപ്പോഴേ തന്നെ ഫോട്ടോ എടുത്ത് അമ്മേനെയൊക്കെ കാണിച്ചു. എനിക്കതൊരു വലിയൊരു സിഗ്നലായിട്ട് തോന്നി, അമ്മ മാതാവിനെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. എങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന കാര്യം വന്നപ്പോഴത്തേക്കാണ് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമായിരുന്നു. ഒരു മാർഗ്ഗവും ഇല്ല ടിക്കറ്റ് എടുക്കാൻ. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആരും ഇല്ല ഞങ്ങളെ സഹായിക്കാൻ ഒക്കെ ആണെങ്കിലും. അപ്പോൾ ഞാൻ ടിക്കറ്റ് പോയി ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് കൂടി നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു മാർഗ്ഗവും എനിക്ക് നടക്കുകയില്ല, ഉടനെ എനിക്ക് പോകാൻ നടക്കുകയില്ലെന്ന് ഞാൻ വിചാരിച്ച് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ടിക്കറ്റ് 32,000 രൂപയ്ക്ക് തന്നെ എടുക്കാൻ പറ്റും, ഒരു
അത് മെയ് 9-ാം തീയതി പറ്റും, ബ്ലോക്ക് ചെയ്തിടാം. ആ സമയത്ത് എനിക്ക് പൈസ കൊടുക്കാൻ ഇല്ലായിരുന്നു അത്രയും പൈസ. പക്ഷെ അവർ പറഞ്ഞു ബ്ലോക്ക് ചെയ്തിടാം, അടുത്ത ദിവസം വന്ന് എടുക്കാൻ പറ്റുമോ നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പപ്പയോട് വീട്ടിൽ വന്ന് പറയുന്നത്. പപ്പയാണെങ്കിൽ ആപ്പാടെ വിഷമിച്ചിരിക്കുമായിരുന്നു. എങ്ങനെ പൈസ ഉണ്ടാക്കും, ഇപ്പോൾ ഒരു മാർഗവും ഇല്ലല്ലോ, ആരോടും ചോദിച്ചിട്ടും തരുന്നില്ല, ആരും സഹായിക്കാനില്ല, എന്നാ ചെയ്യുമോ, ആ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര പൈസ കൂടും, ഒരു മാർഗവും ഇല്ലയെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു കസിൻ, പപ്പയുടെ അനിയൻ സഹായിക്കാമെന്ന് പറയുന്നത്. പപ്പ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഞാൻ പപ്പയോട് പറഞ്ഞു, അമ്മ മാതാവ് ഉണ്ടല്ലോ, എനിക്ക് എക്സാം പാസ്സാക്കി ഇത്രയൊക്കെ നടത്തി തന്നില്ലേ, അമ്മ മാതാവ് എന്തായാലും നമ്മളെ കൈവിടത്തില്ല എന്നൊക്കെ ഞാൻ പപ്പയോട് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ആ ഒരു ബന്ധു കാരണം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റി. ചേട്ടായി പറഞ്ഞു, നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്തോ, പൈസ ചേട്ടായി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും നടത്തി തന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ അന്ന് തന്നെ പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റി, ആ റേറ്റിന് തന്നെ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ആണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ലാതെ നിൽക്കുന്നൊരു സമയത്താണെങ്കിൽ പോലും എവിടെ നിന്നാണെന്നറിയത്തില്ല, അമ്മ മാതാവ് എവിടെ നിന്നൊക്കെയോ ആരുടെയൊക്കെയോ അമ്മ മാതാവ് അയക്കുന്നതാണ്, ഓരോരുത്തരെ അയക്കുന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടി അയക്കുന്നതാണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. എന്തായാലും അമ്മേനെ വിശ്വസിച്ചാൽ മതി, ഉറപ്പായിട്ടും അമ്മ എന്തായാലും അത് നമുക്ക് നടത്തി തരും അതെനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായി. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഇതിനു മുന്നേ എന്നും ബൈബിളൊന്നും വായിക്കത്തില്ലായിരുന്നു, പ്രാർത്ഥിക്കാൻ പള്ളിയിലൊന്നും എല്ലാ ഞായറാഴ്ചയൊന്നും പോകത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കാതെ ഞാൻ കിടക്കാറില്ല. എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിട്ടേ കിടക്കത്തുള്ളൂ. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും, കൃപാസനം പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും, പിന്നെ കൂടുതലായിട്ടും ആശുപത്രികളിലൊക്കെ ഉള്ളവരൊക്കെ പോയിട്ടാണ് കൊടുക്കാറ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്കും പിന്നെ എനിക്ക് പറ്റാവുന്ന എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയും കൂടി ചേർന്ന് ആശുപത്രിയിലോട്ടും പള്ളിയുടെ അടുത്തുള്ള സ്നേഹാലയത്തിലോട്ടും ഒക്കെ ചോറും പൊതിയെല്ലാം കെട്ടി കൊടുത്ത് അങ്ങനെ കുറേ സഹായിച്ചു. ഞങ്ങളെക്കൊണ്ടാവുന്ന വിധം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടം വരെ എത്തിച്ച് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഈ ശനിയാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നിർത്തില്ല. ഞാൻ ഇനിയും മുമ്പോട്ട് ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കും എന്ന് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുക. എസെക്കിയേൽ 36:26-27 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധ ഉള്ളവരുമാക്കും. സനിയമോൾ സജി എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ ജർമ്മൻ ഭാഷാ പഠന പരീക്ഷകൾ വിജയിച്ചതും ജർമ്മൻ പ്രോസസ്സ് പൂർത്തീകരിച്ച് വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അമ്മ മാതാവ് ഒരുക്കിക്കൊടുത്തതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ സൂചിപ്പിക്കുന്നുണ്ട്, ആദ്യം തൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടിയോട് അത്ര മമതയില്ലാതെ അത് എടുക്കണമെന്ന് അമ്മ പറഞ്ഞിട്ട് പോലും അതിനോട് വകവയ്ക്കാതെ പരീക്ഷ എഴുതി പരാജയപ്പെട്ടത്. നമുക്ക് ഉടമ്പടി നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ ഈ നാളുകളിൽ ദൈവമൊരുക്കിയ ഒരു പദ്ധതിയാണ്. മരിയൻ ഉടമ്പടി ഈ കാലഘട്ടത്തിൽ ലോകത്തിന് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ദൈവം കൈമാറിയ ഒരു സമ്മാനമാണ്. മരിയൻ ഉടമ്പടിയിലൂടെ നമ്മുടെ തന്നെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുവാനും ഭൗതിക ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കുവാനും അതിനുള്ള അലക്ഷ്യമായ രീതികളെ പൂർണ്ണമായി നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുവാനും അങ്ങനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ജീവിതത്തെ കൂടുതൽ ഉൾക്കാമ്പുള്ളതാക്കുവാൻ വേണ്ടി ഈ നാളുകളിൽ നൽകിയ ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഉടമ്പടി വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്ന ഓരോരുത്തർക്കും അറിയാം
ഇതെന്തെങ്കിലും പുതിയ കാര്യമല്ല, ഇതെന്തെങ്കിലും ഭാരപ്പെട്ടതല്ല. ഇത് നമ്മുടെ ആത്മശരീരങ്ങളെ ദൈവഹിതപ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സമർപ്പിക്കുവാൻ, ജീവിക്കുവാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ, നമ്മുടെ ജീവിതാവസ്ഥയിൽ നിലനിൽക്കുവാൻ, മറ്റുള്ളവരോട് ദൈവസ്നേഹത്തോടുകൂടി ഇടപഴകുവാൻ നമുക്ക് ഈ നാളുകളിൽ നൽകിയിരിക്കുന്ന വലിയൊരു ദൈവിക സമ്മാനമാണെന്ന്. അങ്ങനെ ഒരു സമ്മാനമായി ഉടമ്പടിയെ കണ്ടുകൊണ്ട് അതിനെ സ്വാംശീകരിക്കുകയും ജീവിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഓരോ ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശിലാഹൃദയങ്ങൾ മാറുന്നുണ്ട്, ദൈവത്തിന് നമ്മൾ പ്രഥമ സ്ഥാനം നൽകുന്നുണ്ട്, നമ്മുടെ രീതികളിൽ കുറേ കൂടി അലിവുള്ളവരായി നമ്മൾ മാറുന്നുണ്ട്. നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവം ഒരുക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ എളിമപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉടമ്പടി നമ്മളിൽ തന്നെ ഒരു റീവർക്ക് കൃത്യമായി നമ്മുടെ മനോഭാവങ്ങളിലും ജീവിത രീതികളിലും കൊണ്ടുവരികയാണ്. മകൾ അതാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ പരീക്ഷ അമ്മ മാതാവ് വളരെ ദാരിദ്ര്യമുള്ള കുടുംബമായതുകൊണ്ട്, വീട്ടിൽ മുടക്കുവാൻ പണമൊന്നുമില്ലാത്തത് കൊണ്ട് എൻ്റെ സാഹചര്യം അറിയുന്ന അമ്മ ആദ്യത്തെ തവണ തന്നെ എനിക്കത് വിജയമാക്കി തന്നുവെന്ന. വീണ്ടും വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് ഓരോ കാര്യവും ക്രമീകരിച്ചു. അവസാനം കുട്ടികൾ സാധാരണ 70,000-80,000 1,00,000 ഒക്കെ കൊടുത്താണ് ജർമ്മനിയിലേക്ക് ഏറ്റവും പീക്ക് സീസണിൽ ടിക്കറ്റ് എടുത്ത് പോകുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്ക് അമ്മ മാതാവും മകൾക്കത് ഓഫർ ചെയ്ത് കൊടുത്തു, 38,000. വളരെ അപൂർവമായിട്ടാണ് അവിടെ ഇൻടേക്ക് നടക്കുന്ന സമയത്ത് ഈ നിരക്കിൽ ടിക്കറ്റ് കിട്ടുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, അതെടുക്കുവാൻ പോലും നിർവാഹമില്ലാത്തപ്പോൾ അമ്മ തന്നെ ഒരു മനുഷ്യനെ പ്രചോദിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തോട് ചേർത്ത് നിർത്തി സഹായിക്കുവാൻ ഒരു ദൂതനെ പോലെ വടിയൊരുക്കി കാര്യങ്ങൾ പരിപൂർണമായും നിർവഹിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മൾ എങ്ങനെ അമ്മയെ സ്നേഹിക്കുന്നു, അമ്മയിൽ എങ്ങനെ നമ്മൾ ആശ്രയിക്കുന്നു, അമ്മ കൂടെ നിന്ന് ഈശോയുടെ ശക്തമായ പ്രവൃത്തികൾ എനിക്ക് നേടിത്തരുമെന്ന് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു, അതിന് നൽകുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതമെന്ന് പറയുന്നത് ദൈവശരണത്തിൻ്റെ പുതിയ ആത്മാവുള്ള ദൈവസ്നേഹത്തോടുകൂടി ഓരോരുത്തരോടും ഇടപഴകുന്ന ഒരു ജീവിതമാണ്. നാം അതിന് തയ്യാറാണെങ്കിൽ ദൈവം അവൻ്റെ പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടെ നിന്ന് ഉയർത്തുവാൻ തയ്യാറാണ്. അതാണ് ഓരോ സാക്ഷ്യവും പങ്കുവയ്ക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനെ ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആഗ്നസ്, ഇതെൻ്റെ ഹസ്ബൻഡ് ഡിനിൽ. ഞങ്ങൾ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ്. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് ഞാൻ OET പഠിക്കുമ്പോഴാണ്. എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ആണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. 2/5/2022 ഞാനിവിടെ വരുന്നത്. ഞാനും എൻ്റെ അനിയത്തിയും കൂടി വന്നാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് OET ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പം എനിക്ക് പുറത്ത് പോയിട്ട് യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ വീട്ടുകാരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനത് ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു. ഞാൻ എടുത്ത ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഉടമ്പടി ഉഴപ്പി. എക്സാം എഴുതി, എനിക്ക് 2 എണ്ണം കിട്ടി, 2 എണ്ണം കിട്ടിയില്ല. രണ്ടാമത് ഡേറ്റ് എടുത്തു വീണ്ടും OET എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ആ ഡേറ്റ് എടുത്ത് ഞാൻ അപ്പോഴേക്കും എൻ്റെ ഉടമ്പടിയുടെ കാലാവധി തീർന്നിട്ടുണ്ടായിരുന്നു, പുതുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ചിന്തിച്ചു, ഞാൻ എന്തായാലും നന്നായിട്ട് പഠിക്കാം, എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വന്ന് ഉടമ്പടി പുതുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് ട്രാവൽ ചെയ്ത് ആ ഒരു സമയം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ അന്നേരം ശരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് എണീക്കുന്നത്. അതുപോലെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ആ രണ്ടാമത്തെ എക്സാമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അതും സെയിം ലൈക്ക് എനിക്ക് 2 എണ്ണം കിട്ടി, 2 എണ്ണം കിട്ടിയില്ല. മൂന്നാമത് ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ ഡേറ്റ് എടുത്തു November 19, 2022.
ഒത്തിരി പിന്നെ കൃപാസനത്തിൽ പറയുന്ന പോലെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പാലിച്ചു പോന്നിരുന്നു. ആ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ എല്ലാ ദിവസവും പങ്കെടുക്കും. രാവിലെ കുർബാന കഴിഞ്ഞിട്ട് ആണ് പിന്നെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ പിന്നെ വണ്ടിയിൽ പോകുമ്പം മാക്സിമം ജപമാല എത്തിക്കാൻ നോക്കും. അച്ഛൻ്റെ ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ട്രാവലിൻ്റെ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 2 ആഴ്ചത്തെ കോച്ചിങ് എടുത്തു. ഞാൻ ആ ഒരു ഡേറ്റ് എക്സാമിൻ്റെ അന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് എത്തിച്ച് രാവിലെ ഇറങ്ങി. സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പം ഉടമ്പടി വസ്തുവായിട്ടുള്ള നേർച്ച ഉപ്പ് ഞാൻ സെൻറ്ററിന് പുറത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇട്ടു. അതുപോലെ എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിലും എൻ്റെ ചുണ്ടിലും പിന്നെ നെറുകൻ തലയിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം എത്തിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതും പോരാഞ്ഞ് ഞാൻ ഉടമ്പടി വസ്തുവായിട്ടുള്ള തേനും സേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ഹോളിലേക്ക് കയറി. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലിസണിങ് ആയി. എനിക്കെല്ലാം ലിസണിങ്ങിന് ഓഡിയോ പ്ലേ ആവുമ്പം ശരിക്കും അതിൽ ശ്രദ്ധിക്കാതെ തന്നെ എനിക്കിങ്ങനെ ആൻസർ മാതാവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ലിസണിങ് കഴിഞ്ഞു. റീഡിങ് എനിക്ക് ഭയങ്കര പാടാണ്. കാരണം എനിക്ക് എപ്പോഴും പോകുന്നത് റീഡിങ്ങും റൈറ്റിങ്ങുമാണ്. റീഡിങ് ഞാൻ മാതാവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു, അമ്മേ എനിക്ക് കാർഡിയോളജി എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് എന്നോട് കാർഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യത്തെ ടെക്സ്റ്റുകളിൽ വരണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു പോന്നു. അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പം എനിക്ക് കാർഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു എനിക്കതിൽ കിട്ടിയത്. അങ്ങനെ 4 ടെക്സ്റ്റുകളും 5 മിനിറ്റ് കൊണ്ട് വായിക്കണം. ഞാനത് പെട്ടെന്ന് വായിച്ചു. ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കി സ്റ്റാർട്ട് ചെയ്തു. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ക്വസ്റ്റ്യൻ വായിച്ച് തീരുന്നതിന് മുന്നേ എനിക്ക് അമ്മ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരികയാണ്, നീ ടെക്സ്റ്റ് എയിൽ പോ. ടെക്സ്റ്റ് എയിൽ ചെല്ലും. ഞാൻ ടെക്സ്റ്റ് എ വായിക്കുമ്പോൾ എന്നോട് പറയും താഴെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ താഴത്തെ സെൻറ്റൻസുകൾ വായിക്കും. അതിലെനിക്ക് ആൻസർ ഏതാണെന്ന് വെച്ചാൽ അമ്മ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞു തന്ന് ഞാൻ റീഡിങ്ങും നന്നായിട്ട് എഴുതി. പിന്നെ റൈറ്റിങ്ങും എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു, എഴുതി. ആദ്യം ഇൻട്രോ എഴുതി. ഞാൻ ഫസ്റ്റ് പാരയിലേക്ക് പോകാൻ തുടങ്ങുമ്പം എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയാണ്, തെറ്റാണ്, ഒന്നും കൂടി വായിക്കുന്നത്. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യനും ഞാൻ എഴുതി വെച്ചതും കൂടി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ലോക പൊട്ടത്തരം എഴുതി വെച്ചേക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാനത് വെട്ടി മാതാവ് പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ എഴുതി. അങ്ങനെ എക്സാം എഴുതി ഞാൻ പുറത്ത് വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് സ്പീക്കിങ്ങിന് കിട്ടിയേക്കുന്നത്. സ്പീക്കിങ് ശരിക്കും ഞാൻ സെൻറ്ററിൽ സ്പീക്ക് ചെയ്യുമ്പോഴൊക്കെ അവർ പറയുമായിരുന്നു, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഞാൻ കയറി. റോൾ പ്ലേ 1ാമത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നോക്കിയപ്പോൾ എല്ലാം ഈസിയാണ്. എനിക്കൊന്നും വായിന്ന് പുറത്തേക്ക് വരുന്നില്ല. ഇത്രയും ഞാൻ എൻ്റെ ആ പഠിച്ച സമയങ്ങളിൽ ഇത്രയും ഇതായിട്ട് അത്രയും വേഴ്സായിട്ട് ഞാൻ ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. 2ാമത്തെയും റോൾ പ്ലേ എന്തൊക്കെയോ പറഞ്ഞു ഇറങ്ങി. ഞാൻ വിചാരിച്ചു, കാരണം എനിക്കതൊരു C+ പോലും കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അത്ര പോലും എനിക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ കരഞ്ഞു കൂവി സെൻറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിലേക്ക് പോയി ബസ് പിടിച്ച് വീട്ടിലേക്ക് കയറിയില്ല. ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ചു, എന്നെ ഒന്ന് പള്ളി കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി മുട്ടുമേ നിന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചാണ് എനിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തത്. ഇനി ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും എന്നുള്ളൊരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ഒത്തിരി ഒരുക്കത്തോടെ തന്നെ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരുക്കത്തിൽ ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം സ്പീക്കിങ് ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്കതിന് C+ കിട്ടി. ബാക്കി 3 B. അങ്ങനെ അയർലൻഡ് സ്കോർ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇത് എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടല്ല, മാതാവ് ഒത്തിരി ഇടപെട്ട് അമ്മയുടെ ഒരു ഗ്രേസ് കൊണ്ട് എനിക്ക് തന്നതാണെന്ന് ഞാൻ ഇന്നും
പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും എപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ നന്ദി പറയുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 5 വർഷത്തിന് മുകളിലായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഇടയ്ക്ക് ഓർക്കും കഴുത്തിന് മുകളിൽ തലയില്ലായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോകും. കാരണം തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്യും, അവിടുന്ന് ചെവിയിലേക്കാകും, പിന്നെ തല മൊത്തം ആകും, ഒച്ച കേൾക്കാൻ പറ്റത്തില്ല, ചെറിയ വെട്ടം പോലും കാണാൻ പറ്റത്തില്ല, വല്ലാത്ത അസ്വസ്ഥത, കിടന്ന് കരയും, ചിലപ്പോൾ 2 ദിവസമൊക്കെ അങ്ങനെ നിൽക്കും. അങ്ങനെ ഞാൻ പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോയി, ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തു. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും അത് അവർ പറയുന്നത് കഫക്കെട്ടുണ്ട്, അപ്പോൾ അത് കളയാനുള്ള മരുന്ന് തരാം എന്നാ. അപ്പം മരുന്നെടുക്കും, കുറയും, പിന്നെ ഇതുപോലെ തന്നെ. അങ്ങനെ കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പക്ഷെ ഒരു മാറ്റവും ഇല്ല. അതും ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്നപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഉടമ്പടിയിൽ വെച്ചു. പിന്നെ നേർച്ച വസ്തുക്കൾ ആയിട്ടുള്ള ഉപ്പും തേനും ഞാൻ സേവിക്കുമായിരുന്നു. പിന്നെ തൈലം പ്രാർത്ഥിച്ചു കഴിയുമ്പം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ 5 വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ മൈഗ്രെയിൻ അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എടുത്തു മാറ്റി. അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് തന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിന് ഞാൻ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ OET എഴുതി അയർലൻഡിലേക്ക് പോയി കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിനെ അങ്ങോട്ട് കൊണ്ടുപോയി. ആൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള ആളാണ്. അവിടെ ജോലി, ഇലക്ട്രിക്കൽ ഫീൽഡിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ അന്വേഷിച്ചു. എൻ്റെ ഒരു സാലറിയിൽ 2 വീടുകളിലേക്കും ഇടണം, ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തണം, വാടക കൊടുക്കണം, എല്ലാം കൂടി ആകുന്നില്ല. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഉടമ്പടിയിൽ അപ്പോൾ ആ സമയപ്പോഴേക്കും എൻ്റെ ഉടമ്പടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ഇട്ട ഒരു സ്ഥലത്ത് നിന്ന്, ആ പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ് ആ ഒരു സ്റ്റോർ. അപ്പോൾ അവിടെ കമ്പാരിറ്റീവ്ലി എല്ലായിടത്തേക്കാളും കുറച്ച് സാലറി ഓഫറുണ്ട്. അപ്പോൾ അവിടെ കിട്ടണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ തരുന്ന ജോലിയാണെങ്കിൽ അതാണ് ഒരു അടയാളം ഞാൻ ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ച ആ സെൻറ്ററിൽ എൻ്റെ ഹസ്ബൻഡിന് പരിശുദ്ധ ദേവമാതാവ് ഈശോയോട് പറഞ്ഞ് ജോലി നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, അയർലൻഡിൽ ചെന്നിട്ട് എനിക്ക് ഞങ്ങൾ പരിചയമുള്ള ഒരു ഫാമിലിയുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തുടക്കത്തിലുള്ള പോലെയുള്ള ഒരു ബിഹേവിയർ അല്ല പിന്നീട് അങ്ങോട്ട് അവരുടെ സൈഡിൽ നിന്ന് നമ്മളോടുണ്ടായിരുന്നത്. നമുക്ക് കിച്ചൺ യൂസ് ചെയ്യുമ്പോഴും അപ്പം പ്രശ്നങ്ങൾ, ചെറിയ രീതിയിൽ വിഷമങ്ങളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചായിരുന്നു. ഞങ്ങൾ വേറെ വീട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ കുറേ ഇങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഹസ്ബൻഡ് താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് അമ്മ ജോലി തന്ന് അനുഗ്രഹിച്ചു, വീട് തന്ന് അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ നാലാമത്തെ സാക്ഷ്യം. പരിശുദ്ധ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സ്ഥലത്ത് തന്നെ ഹസ്ബൻഡിന് കിട്ടണം എന്നുള്ളത്. പിന്നെ എനിക്കാണെങ്കിലും ഡ്യൂട്ടിക്ക് പോകാനും വരാനൊക്കെ കുറച്ചും കൂടി ട്രാൻസ്പോർട്ടേഷൻ്റെ ഓക്കെയാണ് അവിടുന്ന്. അപ്പം അങ്ങനെയാണ് അവിടെ കിട്ടിയതും ഒക്കെ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തത്, ഇവിടെ ഉള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും വന്ന് പത്രക്കെട്ട് വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കും. അറിയാത്തവർക്ക് ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കും. പിന്നെ രോഗികളെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആർക്കെങ്കിലും ഫിനാൻഷ്യലി ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ അഗതി മന്ദിരത്തിൽ ഫുഡിനുള്ള പൈസയൊക്കെ അങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ വിശുദ്ധ കുർബാനയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സാധിക്കുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പോവും. പിന്നെ ജപമാല പ്രാർത്ഥനകൾ, സന്ധ്യാപ്രാർത്ഥനകൾ മുടക്കം വരുത്താതെ പ്രാർത്ഥിക്കും. ബൈബിൾ വായന അതെല്ലാം പറഞ്ഞതുപോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകൾ വഴുതിയില്ല. സങ്കീർത്തനം 18:36. പലപ്പോഴും നാം നമ്മുടെ ശക്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ
നമ്മൾ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയും മുന്നോട്ടൊരു പുരോഗമനവും ഉണ്ടായിട്ടാണ്, ഒരു പ്രോഗ്രസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതമാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് പുതിയ ജീവിത വഴികളാണ് തുറന്നു തരുന്നത്. ആഗ്നസ് ജോസഫ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആദ്യ ഉടമ്പടി എടുത്തു. നല്ല സീരിയസ് അല്ലായിരുന്നു. എക്സാമിനൊക്കെ പോകുമ്പോൾ വളരെ തീഷ്ണതയോടുകൂടി പഠനമൊക്കെ മുന്നോട്ട് പോയി, പരീക്ഷ എഴുതി. പക്ഷെങ്കിൽ അത് കിട്ടുവാൻ പ്രതീക്ഷ OIT എക്സാം കിട്ടുന്നില്ലായിരുന്നു. രണ്ടാമത് പിന്നീട് വീണ്ടും എഴുതാൻ പോയി. അപ്പോഴും പറഞ്ഞു, ഉടമ്പടി പുതുക്കുവാൻ പോയെങ്കിൽ എൻ്റെ സമയം പോകും, ട്രാവൽ ചെയ്യണം, യാത്ര ചെയ്യണം, അത്രയും സമയം നഷ്ടപ്പെടുത്തുവാനില്ല, അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കാമെന്ന്. അങ്ങനെ വീണ്ടും പരീക്ഷ എഴുതി. വീണ്ടും 2 മൊഡ്യൂൾ കിട്ടി, 2 മൊഡ്യൂൾ പോയി. പിന്നീടാണ് മൂന്നാമത്തെ പ്രാവശ്യം OIT എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ മകൾ ഇവിടെ വന്ന് കൂടുതൽ തീഷ്ണതയോടെ ഈശോയുടെ അടുക്കിലേക്കും ചേർന്ന് നിന്ന് ഉടമ്പടി പുതുക്കി വീണ്ടും പരീക്ഷയ്ക്ക് ശ്രമിച്ചു. അവിടെയാണ് ഈശോയുടെ അമ്മയുടെ വലിയൊരു അനുഗ്രഹം ഈ മകൾക്ക് കിട്ടുന്നത്. ഈ മകൾ ആഗ്രഹിച്ച പ്രകാരം കാർഡിയോ റിലേറ്റഡ് ക്വസ്റ്റ്യനാണ് ഈ മകൾ ആഗ്രഹിച്ചത്. അതിന് പ്രകാരം അങ്ങനെ ഒരു ചോദ്യം ലഭിക്കുകയും എക്സ്പെക്റ്റ് ചെയ്ത അതേ രീതി തന്നെ ഈശോയും അമ്മയും ഇടപെടുകയും ഈ മകളുടെ ജീവിതത്തിൽ പിന്നീട് മകൾ പറഞ്ഞതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് നൽകിയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സ്വന്തം ശക്തിയിൽ നാം പലപ്പോഴും കൂടുതൽ മുറുകി പിടിക്കുമ്പോൾ വഴുതി വീഴാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഇതുപോലെയാണ്. പലപ്പോഴും വി ഹാവ് കോൺഫിഡൻസ് ഇൻ അവർ സെൽസ്. നമുക്ക് നമ്മളിൽ തന്നെ നല്ല കോൺഫിഡൻസ് ആകുമ്പോൾ ദൈവത്തിൻ്റെ അഭയം നേടുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തോട് ചേർന്ന് നിന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനും വിശുദ്ധിയിലുള്ള ആ ജീവിതത്തിലേക്ക് പോകുവാനുമുള്ള സമയം കണ്ടെത്താൻ സാധിക്കില്ല. ചിലപ്പോൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പഠിത്തത്തിനായിരിക്കാം, പ്രാർത്ഥനയ്ക്കല്ല. അങ്ങനെയാവുമ്പോഴാണ് ആഗ്നസിൻ്റെ ജീവിതത്തിൽ നടന്നതുപോലെ പലപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കാതെ പിന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം, നമ്മളെ കരുതുന്ന ദൈവം നമ്മുടെ പാത എപ്പോഴും വിശാലമാക്കി തരുന്നുകൊണ്ട് നമ്മുടെ കാല് വഴുതാതെ നമ്മെ കാത്ത് സംരക്ഷിക്കുകയാണ്. കൃപാസനം അമ്മയാണ് നമ്മെ കരം പിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അമ്മയുടെ കരകളിൽ നമ്മൾ സുരക്ഷിതരാണ്. അതുകൊണ്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ പിന്നോട്ട് പോകുമ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരമ്മ നമ്മുടെ കൂടെയുള്ളു. ആ അമ്മയുടെ ഇടപെടലിലൂടെ സാന്നിധ്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പിന്നീട് ഈ മകൾ പറയുന്നത് അയർലൻഡ് സ്കോർ തന്നെ തന്ന് ദൈവം അനുഗ്രഹിച്ചെന്നാണ്. അതുപോലെ തന്നെയാണ് 5 വർഷത്തോളം ഉണ്ടായിരുന്ന മൈഗ്രെയിൻ ഹെഡേക്ക്. പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ടെമ്പററി റിലീഫ് മാത്രമായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് 5 വർഷം സാധിക്കാത്ത കാര്യമാണ് ഉടമ്പടിയിൽ സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ഈ മകൾക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യവും അനുഗ്രഹവും കൃപയുമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. പിന്നീട് ആഗ്രഹിച്ച ഹസ്ബൻഡ് ഒരു നല്ല ജോലിയാണ്. ഐലൻഡിലേക്ക് പോയി, പക്ഷേ ജോലിയില്ല. വീണ്ടും വളരെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീടിനടുത്ത് തന്നെയാണ് ഈ മകൾ ആഗ്രഹിച്ചത്. അതിന് പ്രകാരം വീടിനടുത്ത് തന്നെ നല്ലൊരു ഹൗസ് കിട്ടുകയും നല്ല ഒരു ജോലി ലഭിച്ച് അവിടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹവും കൃപയുമാണ് ഈശോയും അമ്മയും ഈ മക്കൾക്ക് നൽകിയത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈശോയും അമ്മയും തുറന്നു കൊടുക്കുന്നത്. ആത്മീയമായ കാലുകൾ വഴുതാതെ നിൽക്കാൻ കൃപ ലഭിക്കുകയാണ്. ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, ജോലി പ്രശ്നങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം. ഇവയിലെല്ലാം വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ശക്തിയിലാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നാം വഴുതി വീഴുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിന്ന് ആ ശക്തിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വഴുതി വീഴാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവകൃപ നമ്മുടെ ചുവടുകളെ നമ്മെ നയിക്കുന്നത്. ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ
ദൈവത്തിനോടുള്ള വിശ്വാസത്തിൽ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.